ദേവഗുരുവായ വ്യാഴം നവഗ്രഹങ്ങളിലെ ഏറ്റവും മഹത്വമുള്ള ഗ്രഹങ്ങളിൽ ഒന്നാണ്. വ്യാഴത്തിന്റെ രാശിമാറ്റത്തിലൂടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും വന്നുചേരുന്നു. ഒരു വർഷം കൂടുമ്പോഴാണ് വ്യാഴം രാശിമാറ്റം നടത്തുന്നത്. ഓരോ വ്യക്തികളുടെയും ഭാഗ്യം നിർണയിക്കുന്ന ഒരു സുപ്രധാന രാശിമാറ്റമാണിത്. രാശിചക്രത്തിലെ 12 രാശികളിലും സഞ്ചരിച്ച് രാശിചക്രം പൂർത്തിയാക്കാന് 12 വർഷമാണ് വ്യാഴം എടുക്കുന്നത്. 2025 മെയ് 14-നാണ് വ്യാഴത്തിന്റെ അടുത്ത രാശിമാറ്റം. മിഥുനം രാശിയിലേക്കാണ് അന്ന് വ്യാഴം എത്തുന്നത്. ആ വർഷം മുഴുവൻ വ്യാഴം മിഥുനത്തിൽ ആയിരിക്കും. ഈ രാശിയിൽ നിലകൊള്ളുന്ന കാലത്തിനിടയിൽ ഇതേ രാശിയിൽ വെച്ചോ മറ്റേതെങ്കിലും രാശിയിൽ വെച്ചോ മറ്റ് ഗ്രഹങ്ങളുമായി സംയോജനം ഉണ്ടാകും. ഈ സംയോജനത്തിലൂടെ ശുഭഫലങ്ങളും അശുഭഫലങ്ങളും രൂപം കൊള്ളും. 2025 ജൂലൈയിൽ വ്യാഴവും ശുക്രനും സംയോഗമുണ്ടാകും. ജൂലൈ 26-ന് ശുക്രൻ മിഥുനം രാശിയിലേക്ക് എത്തുന്നതിലൂടെയാണ് ഇതിന് അവസരമൊരുങ്ങുന്നത്. ആഗസ്റ്റ് 21 വരെ ശുക്രൻ മിഥുനത്തിൽ ആയിരിക്കും. ഈ സംയോഗത്തിലൂടെ ഗജലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കപ്പെടും. ഈ രാജയോഗത്തിലൂടെ 2025-ൽ ചില രാശികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഈ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മിഥുനം. മിഥുനം രാശിയുടെ ലഗ്നഭാവത്തിലാണ് ഗജലക്ഷ്മി രാജയോഗം സംഭവിക്കുന്നത്. ഈ കാലയളവിൽ വ്യാഴത്തിന്റെയും ശുക്രന്റെയും അനുഗ്രഹം മിഥുനം രാശിയിൽ ഉണ്ടാകും. ഈ രാശിക്ക് മേൽ വ്യാഴത്തിന്റെ ദൃഷ്ടി പഞ്ചമഭാവത്തിലും സപ്തമഭാവത്തിലും നവഭാവത്തിലും ആയിരിക്കും. ഇക്കാലയളവിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ആകുലതകൾ വിട്ടകലും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാനുള്ള അവസരം ലഭിക്കും. ജോലിയിൽ പൂർണ്ണ ശ്രദ്ധ നൽകാനും ഇഷ്ടത്തോടെ ജോലി ചെയ്യാനും സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയും. അവിവാഹിതർക്ക് ഈ വർഷം വിവാഹയോഗം ഉണ്ടാകും. 2024-ൽ ഇവരെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും 2025-ൽ ഇല്ലാതാകും. സമൂഹത്തിൽ ഇവർക്കുള്ള നിലയും വിലയും വർദ്ധിക്കും. ഈ കാലയളവിൽ പൊതുവെ ഭാഗ്യം ഇവർക്കൊപ്പമുണ്ടാകും. ധനാഗമനം വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഭാവിയെ സമ്പാദ്യത്തിന് മുൻഗണന നൽകും. ബിസിനസ്സിൽ നിന്നും ഇവർക്ക് വലിയ ലാഭമുണ്ടാകും. ചിങ്ങം. ചിങ്ങം രാശിയിൽ ജനിച്ച ആളുകൾക്ക് ശുക്രന്റെയും വ്യാഴത്തിന്റെയും സംയോഗം ഗുണകരമാകും. ചിങ്ങം രാശിയുടെ 11-ാം ഭാവത്തിലാണ് ഈ സംയോഗം നടക്കുന്നത്. ഏറെക്കാലമായി തടസ്സപ്പെട്ട് കിടന്നിരുന്ന ജോലികൾ പൂർത്തീകരിക്കും. സാമ്പത്തിക സ്ഥിതിയിൽ അഭിവൃദ്ധിയുണ്ടാകും. സാമ്പത്തിക പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉന്നത പഠനത്തിലൂടെ കരിയറിൽ നേട്ടങ്ങൾ ഉണ്ടാകാനും സാധിക്കും. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഇക്കാലയളവിൽ ഉണ്ടാകും. കുടുംബസ്വത്ത് വന്നുചേരും. സഹോദരീ സഹോദരന്മാരുമായുള്ള ബന്ധം ദൃഢമാകും. കരിയറിലും ബിസിനസ്സിലും നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും ഉണ്ടാകും. തുലാം. തുലാം രാശിയുടെ 9-ാമത്തെ ഭാവത്തിലാണ് ഗജലക്ഷ്മി രാജയോഗം രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് ഈ രാശിയിൽ ജനിച്ച ആളുകൾക്ക് വമ്പൻ നേട്ടങ്ങളാണ് 2025-ൽ ഉണ്ടാകുക. ആത്മീയ കാര്യങ്ങളിൽ താൽപര്യം വർദ്ധിക്കും. കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഏറെ സമയം ചിലവഴിക്കും. ധാർമ്മിക കർമ്മങ്ങളിലും മതപരമായ ചടങ്ങുകളിലും പങ്കെടുക്കും. മക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷവാർത്തകൾ കേൾക്കാന് യോഗമുണ്ടാകും. മക്കൾ ഇല്ലാത്തവർക്ക് സന്താനയോഗം.